നമസ്കാരം. കഴിഞ്ഞ 2 ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിൽ സ്മൃതി പരുത്തിക്കാട് ഒരു വൻ വിവാദ വിഷയമായി ഉയർന്നു നിൽക്കുകയാണ്. അതിൻ്റെ കാരണം എല്ലാവരും അറിഞ്ഞിരിക്കാം ഇത്. എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഒരു രത്നം ചുരുക്കം പറയാം. സ്മൃതി ജോലി ചെയ്യുന്ന ദൃശ്യമാധ്യമ ചാനലിലെ മീറ്റ് ദി എഡിറ്റേഴ്സ് എന്ന പരിപാടിക്കിടെ ഇടതുപക്ഷ മന്ത്രിസഭയുടെ മന്ത്രി രാജൻ ഉൾപ്പെടെയുള്ളവർ വയനാട്ടിൽ ദുരിതബാധിതരെ സന്ദർശിച്ച ഒരു പരിപാടിയെ തിരഞ്ഞെടുപ്പ് നാടകമെന്ന് സ്മൃതി പരുത്തിക്കാട് വിമർശിക്കുകയുണ്ടായി. അതേ തുടർന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടതുപക്ഷ ഹാൻഡിലുകൾ പോരാളി ഷാജി എന്ന വളരെ കുപ്രസിദ്ധമായ ഇടതുപക്ഷ ഹാൻഡിലിൽ തുടങ്ങി സാധാരണ ആളുകൾ വരെ PM മനോജ് മുതൽ, അതായത് ഇടതുപക്ഷത്തിൻ്റെ താത്വികാചാര്യന്മാരുടെ അഭിനവ താത്വികാചാര്യന്മാരുടെ തലവനും ഗുണ്ടാത്തലവനാണെന്ന് എതിരാളികൾ പറയുന്ന PM മനോജ് ഉൾപ്പെടെയുള്ളവർ വളരെ ഹീനമായ ഭാഷയിൽ സ്മൃതി പരുത്തിക്കാടിന് നേരെ വിമർശനങ്ങളും അസഭ്യവർഷവും നടത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുകയാണ്. അടിസ്ഥാനപരമായിട്ട് ഒരു സ്ത്രീക്ക് നേരെ പ്രയോഗിക്കാവുന്ന ഏറ്റവും ഹീനമായ എല്ലാ വാക്കുകളും സ്മൃതി പരുത്തിക്കാടിന് നേരെ ഇതിനോടകം ഇടതുപക്ഷ അനുഭാവികൾ പ്രയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതേ തുടർന്ന് സ്മൃതി പരുത്തിക്കാട് ചാനൽ വരികയും പൊട്ടിക്കരയുകയും വയനാട്ടിലെ ദുരിതബാധിതരോട് മാപ്പ് പറയുകയും താനൊരു മാധ്യമപ്രവർത്തകയാണ്, ഈ വയനാട്ടിൽ ഈ ദുരന്തമുണ്ടായപ്പോൾ താൻ അവിടെ പോയിരുന്നു, ശവശരീരങ്ങളെല്ലാം കണ്ട് വളരെ വൈകാരികമായിട്ട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്തു. അത് അവരുടെ ഭാഗത്ത് നിന്നുള്ളൊരു നാടകം. കാരണം സ്മൃതി പരുത്തിക്കാടെന്നുള്ള ഒരു മാധ്യമപ്രവർത്തകയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരെല്ലാ കാലത്തും മനസ്സുകൊണ്ടൊരു ഇടതുപക്ഷ അനുഭാവിയായിരുന്നു. അവരുടെ പിതാവ് സിദ്ധാർത്ഥൻ പരുത്തിക്കാട് ദേശാഭിമാനി ആഴ്ചപ്പതിപ്പിൻ്റെ ചുമതലക്കാരനായിരുന്നു. ഇനി അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്. 2020 സമഗ്ര സംഭാവനകൾക്കുള്ള കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആകെപ്പാടെ എഴുതിയിട്ടുള്ളത് 3 പുസ്തകങ്ങളാണ്. ഇതാണ് തടവറകൾ എന്നുള്ളൊരു നോവൽ, പരുത്തിക്കാടിൻ്റെ കൃതികൾ എന്നുള്ളൊരു സമാഹാരം, പിന്നെ മറ്റ് ഒരെണ്ണം ഏതോ ഒരാളെന്നുള്ളൊരു പുസ്തകം. ഓർമ്മയിൽ നിന്ന് പറയുകയാണ്, കാരണം ഇതൊന്നും ഞാൻ വായിച്ചിട്ടില്ല. കാരണം സിദ്ധാർത്ഥൻ പരുത്തിക്കാട് എന്നുള്ളൊരു എഴുത്തുകാരനെ എൻ്റെ വായനയുടെ കുറവ് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ ചായ്വ് അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ലാത്തത് കൊണ്ടാകാം, ഇങ്ങനൊരു എഴുത്തുകാരനെക്കുറിച്ച് എനിക്ക് പരിചയമില്ലായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങൾ വരെ. ഇവരുടെ പിതാവിനെ സംബന്ധിച്ചുള്ള ചില വാർത്താ വരികൾ കണ്ടപ്പോൾ അല്ലെങ്കിൽ വായിച്ചപ്പോൾ ഒന്ന് ചെറിയൊരു അന്വേഷണം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 3 കൃതികൾ അദ്ദേഹത്തിൻ്റെ രചനയിൽ നിന്ന് മലയാള സമൂഹത്തിന് സമ്മാനിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞത്. എന്തായാലും സ്മൃതി പരുത്തിക്കാടിൻ്റെ പിതാവായിട്ടുള്ള സിദ്ധാർത്ഥൻ പരുത്തിക്കാട് പൂർണ്ണമായൊരു ഇടതുപക്ഷ അനുഭാവിയാണ് എന്ന് മാത്രമല്ല, ഇടതുപക്ഷത്തിൻ്റെ മേലാളന്മാർക്ക് പ്രിയങ്കരനായൊരു വ്യക്തിയായിരുന്നു. ഏറ്റവും ചുരുങ്ങിയത് 2020 വരെയെങ്കിലും. അല്ല എങ്കിൽ കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഒരു പുരസ്കാരം 3 കൃതികൾ മാത്രം എഴുതിയത്. അതും 1978, 85, പിന്നെ 99. ഇത്രയും ഇടവേളകൾ ഇട്ടാണ് അദ്ദേഹം കൃതികൾ രചിച്ച് മലയാളി സമൂഹത്തിന് സമ്മാനിച്ചിട്ടുള്ളത്. ഒരു നീണ്ട കാലഘട്ടമായിട്ട് അദ്ദേഹം യാതൊരു രചനയും ഒരു കഥയായോ നോവലായോ നടത്തിയതായി അറിവില്ല. എന്നിട്ട് പോലും ഒരു സമഗ്ര സംഭാവനയ്ക്കുള്ള ഒരു പുരസ്കാരം കേരള സാഹിത്യ അക്കാദമിയിൽ നിന്ന് അദ്ദേഹത്തിന് സമ്മാനിക്കപ്പെടണമെങ്കിൽ അദ്ദേഹം പൂർണ്ണമായും ഇടതുപക്ഷവൽക്കരിക്കപ്പെട്ടൊരു മനസ്സിൻ്റെ ഉടമയല്ലാതിരിക്കുവാൻ യാതൊരു സാധ്യതയുമില്ല. ദേശാഭിമാനി ആഴ്ചപ്പതിപ്പിൻ്റെ ചുമതലക്കാരനായിരുന്നു എന്നുകൂടി അറിയുമ്പോൾ ചിത്രം വ്യക്തമാണല്ലോ. അദ്ദേഹത്തിൻ്റെ മകളാണ് സ്മൃതി പരുത്തിക്കാട്. സ്മൃതി പരുത്തിക്കാട് എന്നുള്ള മാധ്യമപ്രവർത്തക എല്ലാ കാലത്തും ഇടതുപക്ഷ അനുഭാവ മനസ്ഥിതി സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് അവർ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും അവരുടെ പ്രേക്ഷകർക്ക് വിവിധ ചാനലുകളിൽ അവർ പ്രവർത്തിച്ചിരുന്ന സമയത്ത് അവരുടെ വാർത്താ അവതരണ ശൈലി നിരീക്ഷിക്കുന്ന പ്രേക്ഷകർക്ക് വ്യക്തമായിട്ടുണ്ട്. ഇടതുപക്ഷ അനുഭാവി എന്നുള്ള തൻ്റെ മനോഭാവം പരസ്യമായി അവർ പ്രദർശിപ്പിച്ചിരുന്നില്ലെങ്കിൽ പോലും ഇടതുപക്ഷത്തിനും ഇടതുപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ അടിസ്ഥാന താങ്ങായ ജിഹാദികൾക്കും സന്തോഷകരമായിട്ടുള്ള സംഘപരിവാർ BJP വിരുദ്ധത പരസ്യമായി അവർ പ്രകടിപ്പിച്ചിരുന്നു. ഇതിൽ സംശയമൊന്നും വേണ്ട. എന്നിരുന്നാലും ഒരു പരാമർശത്തിൻ്റെ പേരിൽ, ഒരു വിമർശനത്തിൻ്റെ പേരിൽ അവരെ ഇപ്പോൾ ഇടതുപക്ഷം തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. ഈ ആക്രമണോത്സുകതയുണ്ടല്ലോ, ഒരു സ്ത്രീക്ക് നേരെ അസഭ്യം ചൊരിഞ്ഞും അല്ലെങ്കിൽ ഒരു കേട്ടാലറയ്ക്കുന്ന ഭാഷയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചാരണം നടത്തിയും അവരെ സംബന്ധിച്ച് അവരുടെ ഒരു
പ്രതിച്ഛായ തന്നെ, അവരുടെ ഒരു വ്യക്തിത്വത്തെ ഇകഴ്ത്തുന്ന രീതിയിൽ ഇന്നയാളുടെ എന്തെങ്കിലും ആണെന്നുള്ള, ഞാനതിനെ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ ഒരാൾ ഷാജിമാരുടെ ഭാഷ ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല, കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ചായതുകൊണ്ട്. സ്മൃതി പരുത്തിക്കാടിനോട് രാഷ്ട്രീയപരമായിട്ട് എന്തെല്ലാം എതിർപ്പുകളുണ്ടെങ്കിലും ഒരു സ്ത്രീയെ യാതൊരു തരത്തിലും ഇത്തരത്തിലുള്ള യാതൊരു സാഹചര്യത്തിലും ഇത്തരത്തിലുള്ള ഭാഷകൾ ഉപയോഗിച്ച് അഭിസംബോധന ചെയ്യുവാനോ അധിക്ഷേപിക്കുവാനോ പാടുള്ളതല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസം. അതുകൊണ്ട് ആ ഭാഷയുടെ ഒരു പുനരവതരണം ഞാനിവിടെ നടത്തുന്നില്ല. നിങ്ങളൊന്ന് തിരഞ്ഞു നോക്കൂ. ഒരല്പമെങ്കിലും മാന്യത ഉള്ളിൽ അവശേഷിക്കുന്ന ഒരാൾക്ക്, സ്വന്തം വീട്ടിൽ അമ്മയോടും സഹോദരിയോടും എന്തെങ്കിലും സ്നേഹമുള്ള ഒരാൾക്ക് ആ ഭാഷ കണ്ടാൽ കണ്ണടിച്ചു പോകും. അത്തരത്തിലുള്ള ഭാഷാപ്രയോഗമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പുനരവതരണം ഞാൻ നടത്തുന്നില്ല. ഇനി സ്മൃതി പരുത്തിക്കാടിലേക്ക് തിരിച്ചു വന്നാൽ, ഞാൻ പറഞ്ഞല്ലോ, അവർ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അവരൊരു ഇടതുപക്ഷ അനുഭാവ മനസ്സുള്ളവരാണ് എന്ന് തുറന്നു പറഞ്ഞിട്ടുള്ളവരാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒക്കെ ആ തുറന്നു പറച്ചിലുകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. എനിക്ക് പറയാനുള്ളത്, ഇത്തരം ഇടതുപക്ഷ മനോഭാവം അല്ലെങ്കിൽ അനുകൂല മനോഭാവം സൂക്ഷിക്കുന്ന സ്ത്രീകളോടാണ് സ്മൃതി പരുത്തിക്കാട് ഇത്തരത്തിൽ ഒരു ഇടതുപക്ഷ മനസ്സ് സൂക്ഷിച്ച് ഒടുവിൽ ഇടതുപക്ഷ അനുഭാവികളുടെ അല്ലെങ്കിൽ ഇടതുപക്ഷ വേട്ടപ്പട്ടികളുടെ ആക്രമണത്തിനിരയാകുന്ന ആദ്യത്തെയോ അവസാനത്തെയോ സ്ത്രീയല്ല. തിരഞ്ഞെടുപ്പ് കാലത്ത് ഐഷ പോറ്റിയുടെ കാര്യം നിങ്ങൾ എടുത്തുകൊള്ളൂ. തലയിൽ ചുമന്നുകൊണ്ട് നടന്ന ഇടതുപക്ഷക്കാർ തന്നെ അവരെ താഴെയിട്ട് മിതിക്കുകയും അധിക്ഷേപ വർഷം നടത്തുകയും ചെയ്യുന്നത് നാം കണ്ടതാണ്. ഓരോ ഇടതുപക്ഷ അനുഭാവിയായ സ്ത്രീയും പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ അവരോട് സംവദിക്കാനുള്ള അവസരമുണ്ടായപ്പോൾ സ്വകാര്യ സംഭാഷണങ്ങൾക്കിടയിൽ എന്നോട് പറഞ്ഞിട്ടുള്ളത്, ഇതിലൊരു എക്സെപ്ഷൻ ആരും ഉണ്ടായിരുന്നില്ല. സംഘപരിവാർ അനുകൂല ഹാൻഡിലുകൾ പലപ്പോഴും വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ നേരിടുന്നത് കണ്ടിട്ടുണ്ട്. ശരിയാണ്, പലരും വന്ന് തെറി വിളിക്കാറുണ്ട്, പോടി മറ്റവളെ, അത് ഒരു 4 തെറിയിൽ ഒതുങ്ങും. പക്ഷേ ആസൂത്രിതമായി എപ്പോഴെങ്കിലും ഇടതുപക്ഷത്തിന് ഏതെങ്കിലും ഒരു കാര്യത്തിന് വിമർശിച്ചു പോയാൽ ആസൂത്രിതമായി അവരുടെ ഫോട്ടോ വരെ എടുത്ത് ദുരുപയോഗം ചെയ്ത് അവരുടെ സ്വഭാവത്തെ, അവരുടെ വ്യക്തിത്വത്തെ എല്ലാം ഹനിക്കുവാൻ ഉള്ള രീതിയിലുള്ള ആക്രമണങ്ങൾ ഇടതുപക്ഷ ജിഹാദി ഹാൻഡിലുകളിൽ നിന്നാണ് ഇടതുപക്ഷത്തെ സ്ത്രീകൾക്ക് പോലും അനുഭവിക്കേണ്ടി വരിക എന്നുള്ളൊരു സത്യം അവർ പലപ്പോഴും സ്വകാര്യ സംഭാഷണങ്ങളിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കുന്ന, ഇതുവരെ ആ ആക്രമണങ്ങളുടെ ഇരയാകേണ്ടി വന്നിട്ടില്ലാത്ത സ്ത്രീകൾക്ക് ഒരുപക്ഷെ ഇതൊരു തെറ്റായ വിവരമായി തോന്നാം, അവർക്ക് ആ അനുഭവം ഉണ്ടാകുന്നത് വരെ. പക്ഷേ ഒരല്പം സാമാന്യബോധം ഉപയോഗിച്ച് മുൻപ് നടന്ന കാര്യങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി, മുൻകാല ചരിത്രങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി. സ്മൃതി പരുത്തിക്കാടാവട്ടെ, ഐഷ പോറ്റിയാകട്ടെ, കെ രമയാകട്ടെ, ഇവരെയെല്ലാം ഏത് തരത്തിലാണ് കെ രമ പാർട്ടി വിട്ട് ടി പി ചന്ദ്രശേഖരൻ്റെ മരണത്തെ തുടർന്ന് പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടി രൂപീകരിച്ചു. രാഷ്ട്രീയപരമായിട്ടുള്ള ആശയ വ്യത്യാസങ്ങളെല്ലാം നിലനിൽക്കെ തന്നെ അവരെ ആക്രമിക്കുന്ന രീതി മാത്രമൊന്ന് നിങ്ങൾ പരിശോധിച്ചാൽ മതി. വൃന്ദ കാരാട്ടിനോട് ആശയവ്യത്യാസങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമുള്ള സംഘപരിവാറുകാർ വൃന്ദ കാരാട്ടിനെയോ അല്ലെങ്കിൽ സ്മൃതി പരുത്തിക്കാടിനെയോ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ തന്നെ തെറി വിളിക്കുന്ന ആളുകൾ സംഘപരിവാറിൻ്റെ ഇടയിലുമുണ്ട്, സംഘപരിവാർ അനുകൂലികളുടെ ഇടയിലുമുണ്ട്. പക്ഷേ അവരാരും പോസ്റ്റർ അടിച്ച് സ്മൃതി പരുത്തിക്കാടിൻ്റെ സ്വഭാവം ഇന്നതാണ്, സതീശനുമായി ചേർത്തുള്ള അനാവശ്യങ്ങൾ പറയുക, ഇതൊന്നും ഒരു പരിധിക്കപ്പുറം സംഘപരിവാർ ഹാൻഡിലുകളോ എന്തിന് കോൺഗ്രസ്സുകാർ പോലും ചെയ്യാറില്ല. കോൺഗ്രസ്സുകാരുടെ ഇടയിലെ ജിഹാദികൾ, അതിൽ നുഴഞ്ഞു കയറിയിട്ടുള്ള ജിഹാദികൾ ചെയ്യുന്നു. കോൺഗ്രസ്സുകാർ ചെയ്യാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ താടി അനങ്ങി പണിയെടുക്കാൻ വയ്യ എന്നുള്ളതാണ്. പക്ഷേ ഇടതുപക്ഷ അനുകൂലികൾ അങ്ങനെയല്ല. അവർ ആസൂത്രിതമായി തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എതിരാളികളെ ആക്രമിച്ചു കൊണ്ടേയിരിക്കും. അതവരുടെ സ്വഭാവമാണ്, അതിൽ ഒരു മാറ്റവും വേണ്ട. അതിലേറ്റവും രൂക്ഷമായ ആക്രമണം നേരിടേണ്ടി വരിക ഇന്ന് ഇടതുപക്ഷ അനുഭാവ മനസ്സോടുകൂടി നിൽക്കുന്ന ഒരു സ്ത്രീ നാളെ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇപ്പോഴുള്ള പരമോന്നത നേതാക്കന്മാരെയോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ എന്തെങ്കിലും ഒരു തട്ടിപ്പിനെയോ വിമർശിച്ചാൽ ഒന്ന് മൃദു വിമർശനം നടത്തിയാൽ മതി. ഇതൊരു തിരഞ്ഞെടുപ്പിൻ്റെ, സ്മൃതി പരുത്തിക്കാട് ചെയ്തതുപോലെ തിരഞ്ഞെടുപ്പിൻ്റെ നാടകമാണ്, തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള നാടകമാണ് എന്ന് ഏതെങ്കിലും ഇവരുടെ ഒരു പരിപാടിയെ വിമർശിച്ചാൽ തിരിച്ചിങ്ങോട്ടേക്കുണ്ടാകുക അല്ലെങ്കിൽ അവർക്ക് നേരെ ഉണ്ടാവുക രൂക്ഷമെന്നുള്ളത് ഒരു സാമാന്യപദമായിട്ട് ഞാൻ ഉപയോഗിക്കുകയല്ല. രൂക്ഷമെന്നുള്ളത് അസഭ്യതയുടെ എല്ലാ അതിർവരമ്പുകളും
ഭേദിച്ചുകൊണ്ടുള്ള ഒരു സഭ്യത എന്നുള്ളത് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അസഭ്യതയുടെ അതിർവരമ്പുകൾ എന്ന് പറഞ്ഞത്. സഭ്യതയുടെ വരമ്പുകളല്ല ഭേദിക്കപ്പെടുന്നവിടെ, അസഭ്യതയുടെ വരമ്പുകൾ ഭേദിച്ചുകൊണ്ടുള്ള ഒരു വ്യക്തിഹത്യ നടത്തുന്ന, വ്യക്തിഹത്യ എന്നുള്ളതും തെറ്റാണ്, വ്യക്തിത്വ ഹത്യ. പക്ഷേ വ്യക്തിഹത്യ എന്നും പറയാം, കാരണം ആ വ്യക്തിയെ തന്നെ ഏതാണ്ട് ഇല്ലാതാക്കുവാനുള്ളൊരു അവസരം കിട്ടിയാൽ 51 വെട്ടും ഈ ആക്രമണങ്ങൾക്ക് പിന്നിലുള്ള തലച്ചോറുകൾ എന്നുള്ളതും വ്യക്തമാണ് ആ വാക്കുകളിൽ നിന്ന് തന്നെ. അത്രത്തോളം വെറുപ്പിൻ്റെ ഭാഷയിലാണ് ഇവർ പ്രതികരിക്കുക. അതിന് ഏറ്റവും വലിയ ഇരകളായി വരേണ്ടത് ഇടതുപക്ഷ അനുകൂല മനസ്സുമായി ഇടതുപക്ഷ സഹയാത്രികരെന്ന് സ്വയം വിശ്വസിക്കുന്ന സ്ത്രീകൾ തന്നെയായിരിക്കും. നിരവധി അനുഭവങ്ങൾ സാക്ഷ്യപത്രങ്ങളായി നമ്മുടെ മുമ്പിലുണ്ട്. സ്മൃതി പരുത്തിക്കാട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്കിരയാകേണ്ടി വരുന്ന അവസാന ഇടതുപക്ഷ അനുകൂല മനസ്സുമായി ജീവിക്കുന്ന, അല്ലെങ്കിൽ ഇടതുപക്ഷ സഹയാത്രികയായിരിക്കില്ല, മനസ്സുകൊണ്ടെങ്കിലും ഇടതുപക്ഷ സഹയാത്രിക എന്ന് സ്വയം വിശ്വസിപ്പിക്കുന്ന, വിശേഷിപ്പിക്കുന്ന അവസാനത്തെ വ്യക്തിയായിരിക്കില്ല ഇവരുടെ ആക്രമണത്തിന് ഇരയാകേണ്ടി വരുന്നത് സ്മൃതി പരുത്തിക്കാടെന്ന വ്യക്തി. ഇത്തരത്തിൽ ഉള്ള ആക്രമണങ്ങൾ അവരെന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് അവരുടെ മനോനിലയെ മാത്രം കണക്കാക്കിയിട്ട് കാര്യമില്ല. കാരണം എതിരാളികളെ, പ്രത്യേകിച്ച് അവർ സ്ത്രീകളാണെങ്കിൽ, ഇവരുടെയൊക്കെ മനസ്സിൽ അവരെ തളർത്തുവാനുള്ള ഏറ്റവും വലിയ ആയുധം വ്യക്തിത്വ അധിക്ഷേപമാണ്. അവരുടെ ഒരു ക്യാരക്ടർ അസാസിനേഷൻ നടത്തുക, അതും സ്ത്രീകളുടെ നേരെ ഇവർക്ക് പ്രയോഗിച്ച് ശീലമുള്ള ഏക ആയുധം അവരുടെ സ്വഭാവം ശരിയല്ല, അവർ ലൂസ് ക്യാരക്ടറാണ്, പച്ചയ്ക്ക് പറയാം പ്രോസ്റ്റിറ്റ്യൂട്ടാണ് എന്നുള്ള രീതിയിൽ ഒരു ചിത്രീകരണം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഇവരുടെ കയ്യിൽ ലഭിച്ചതുകൊണ്ട്, 20 വർഷങ്ങൾക്ക് മുമ്പ് കമ്പ്യൂട്ടറിനെ എതിർത്തിരുന്നെങ്കിൽ പോലും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങൾക്ക് ദുരുപയോഗം ചെയ്യുന്നത് ഈ ഇടതുപക്ഷ ജിഹാദി ഹാൻഡിലുകളാണ്. അപ്പോൾ അവരെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടെന്നോ വേശിയെന്നോ ഒക്കെ അധിക്ഷേപിച്ച് തളർത്തി, മാനസികമായി തളർത്തി ഇല്ലാതാക്കുക, ജീവച്ഛവമാക്കി അവരെ പൊതുമണ്ഡലത്തിൽ നിന്ന് അപ്രത്യക്ഷയാക്കുക, അത്തരത്തിലുള്ള ഒരു ആക്രമണ സ്വഭാവമാണ് ഈ ഇടതുപക്ഷ ഹാൻഡിലുകൾ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ പറയുന്നു, ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക്, ഇത്തരത്തിലുള്ള അസഭ്യതയ്ക്ക് ഇടതുപക്ഷ ജിഹാദി ഹാൻഡിലുകളിൽ നിന്ന് ഇരയാകേണ്ടി വരുന്ന അവസാനത്തെ ഇടതുപക്ഷ സഹയാത്രികയായിരിക്കില്ല സ്മൃതി പരുത്തിക്കാട്, ആദ്യത്തേതുമല്ല. ചരിത്രമൊന്ന് പരിശോധിക്കുക, സത്യം നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടും. അതിൻ്റെ ആ ബോധ്യപ്പെടലിൻ്റെ പുറത്ത് തീരുമാനങ്ങളെടുക്കുക. പ്രേക്ഷകർ മാത്രമല്ല, പ്രത്യേകിച്ച് ഇടതുപക്ഷ സഹയാത്രികരായ സ്ത്രീകൾ, നിങ്ങളുടെ ഒപ്പം നടക്കുന്ന, നിങ്ങളുടെ യാത്രികരെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങളുടെ സഖാക്കളെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആളുകൾ നാളെ നിങ്ങളെ ഇത്തരത്തിൽ തേജോവധം ചെയ്യുവാൻ മുൻപന്തിയിൽ നിൽക്കുന്നത് കാണേണ്ടി വരാതിരിക്കട്ടെ നിങ്ങൾക്ക് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന, ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.